നമസ്കാരം. നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മനുഷ്യജീവന് ഭീഷണിയായ അപകടകാരികളായ തെരുവുനായ്ക്കളെ കൊല്ലാമെന്ന് സുപ്രീം കോടതി. മൃഗസ്നേഹികളുടെ അപേക്ഷ സുപ്രീം കോടതി തള്ളി. ഉദ്യോഗസ്ഥരെ ക്രൂശിക്കരുതെന്നും സുപ്രീം കോടതി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചുമതലയേറ്റിട്ടും മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം നീളുന്നു. ലീഗിന് ഫിഷറീസ് നൽകുന്നതിൽ എതിർപ്പ്. നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച. അതിരപ്പിള്ളിയിൽ അതിജീവിതയെ റിസോർട്ടിൽ എത്തിച്ച് പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ പകർത്തി സ്വർണം കവർന്ന കേസിൽ ഒരു പ്രതി കൂടി അറസ്റ്റിൽ. മുരിങ്ങൂർ സ്വദേശി ഫിജോയാണ് അറസ്റ്റിലായത്. കുന്നംകുളം കോഴിക്കോട് റോഡിൽ പാറമ്പാടത്ത് സ്കൂട്ടറും ബസും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരനായ വയോധികൻ മരിച്ചു. എരുമപ്പെട്ടി തളി സ്വദേശി കുഞ്ഞുമൊയ്തീനാണ് മരിച്ചത്. ഇന്ധനവില വീണ്ടും കൂട്ടി. പെട്രോളിന് 86 പൈസയും ഡീസലിന് 83 പൈസയുമാണ് കൂട്ടിയത്. ഒരാഴ്ചക്കിടെ ഇത് രണ്ടാം തവണയാണ് ഇന്ധനവില കൂട്ടുന്നത്. വെള്ളിക്കുളങ്ങര കൊടുങ്ങ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ മോഷണം. ദീപസ്തംഭം, തൂക്കുവിളക്കുകൾ എന്നിവ മോഷണം പോയി. വാർത്തയിലേക്ക്. മനുഷ്യജീവന് ഭീഷണിയായ അപകടകാരികളായ തെരുവുനായ്ക്കളെ കൊല്ലാമെന്ന് സുപ്രീം കോടതി. മൃഗസ്നേഹികളുടെ അപേക്ഷ സുപ്രീം കോടതി തള്ളി. ഉദ്യോഗസ്ഥരെ ക്രൂശിക്കരുതെന്നും സുപ്രീം കോടതി. AWBI പുറപ്പെടുവിച്ച സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമത്തെ ചോദ്യം ചെയ്തുള്ള അപേക്ഷയാണ് കോടതി തള്ളിയത്. കേസിൽ ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് വിധി പറഞ്ഞത്. 3 ഭാഗങ്ങളായാണ് കോടതി വിധി പുറപ്പെടുവിച്ചത്. തെരുവുനായ്ക്കളെ നിയന്ത്രിക്കാൻ നടപടി വേണമെന്നും എയർപോർട്ടുകളിൽ നിന്നടക്കം നായകളെ മാറ്റണമെന്നും കോടതി നിർദ്ദേശിച്ചു. കുട്ടികൾക്ക് നേരെയുള്ള തെരുവുനായ ആക്രമണങ്ങളെ അതീവ ഗൗരവത്തോടെ കാണുന്നുവെന്ന് പറഞ്ഞ കോടതി രാജ്യത്തെ തെരുവുനായ ആക്രമണങ്ങളുടെ കണക്ക് നിരത്തുകയും ചെയ്തു. ജില്ലാ തലത്തിൽ പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്ന ABC സെന്റർ വേണമെന്നും ആന്റി റാബിസ് വാക്സിൻ കർശനമായി ഉറപ്പാക്കണമെന്നും കോടതി വിധിയിൽ പറയുന്നു. തെരുവുനായ ശല്യം ഭീകരമായ അവസ്ഥയിലേക്ക് എത്തിയതിന് പൂർണ്ണ ഉത്തരവാദികൾ സംസ്ഥാന സർക്കാരുകളുടെ നിഷ്ക്രിയത്വമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. നിയമങ്ങൾ കൃത്യമായി നടപ്പാക്കുന്നതിൽ അധികൃതർ കാണിച്ചത് കടുത്ത അനാസ്ഥയാണ്. ABC ചട്ടങ്ങൾ നടപ്പാക്കുന്നതിലെ വീഴ്ച ഭീതിയുളവാക്കുന്ന സാഹചര്യത്തിന് ഇടയാക്കി. ബന്ധപ്പെട്ട അധികാരികൾ നിർദ്ദേശം നടപ്പിലാക്കുന്നതിൽ വീഴ്ച വരുത്തി എന്നും കോടതി എടുത്തു പറഞ്ഞു. മനുഷ്യജീവന് ഭീഷണിയാകുന്ന നായ്ക്കളെ കൊലപ്പെടുത്താം. സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കുന്നുണ്ടോ എന്ന് ഹൈക്കോടതി വിലയിരുത്തണമെന്നും ഇതിന് 2-അംഗ ബെഞ്ച് രൂപീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക് TCV. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചുമതലയേറ്റിട്ടും വകുപ്പ് വിഭജനം സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറങ്ങിയില്ല. ചില വകുപ്പുകളുടെ കാര്യത്തിൽ തർക്കം നിലനിൽക്കുന്നതിനാലാണിത്. ഗവർണർ അംഗീകരിച്ച് തിങ്കളാഴ്ച വൈകിട്ടോടെ വിജ്ഞാപനം ഇറക്കാനായിരുന്നു ധാരണ. എന്നാൽ ഫിഷറീസ് വകുപ്പ് ആർക്ക് നൽകണമെന്നത് സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പമാണ് തടസ്സമായി നിൽക്കുന്നത്. ഇടതു സർക്കാരിന്റെ കാലത്ത് ഉന്നത വിദ്യാഭ്യാസവും പൊതുവിദ്യാഭ്യാസവും 2 വകുപ്പുകളായി 2 മന്ത്രിമാർക്ക് കീഴിലാണ് ഉണ്ടായിരുന്നത്. ഇത് തുടരാനും ഉന്നത വിദ്യാഭ്യാസം കോൺഗ്രസും പൊതുവിദ്യാഭ്യാസം ലീഗും ഏറ്റെടുക്കാമെന്നായിരുന്നു ധാരണ. ഉന്നത വിദ്യാഭ്യാസം നൽകുമ്പോൾ ഫിഷറീസ് വകുപ്പ് അധികമായി നൽകണമെന്ന ആവശ്യം ലീഗ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് കോൺഗ്രസ് മന്ത്രിമാരെ നിശ്ചയിച്ചപ്പോൾ അർഹമായ പരിഗണന ലഭിച്ചില്ലെന്ന പരിഭവം ലത്തീൻ സഭാ പ്രതിനിധികൾ പ്രകടിപ്പിച്ചത്. ഫിഷറീസ് ഷിബു ബേബി ജോണിന് നൽകിയാൽ അദ്ദേഹത്തിന് നിശ്ചയിച്ച വനം വകുപ്പ് തിരിച്ചെടുക്കേണ്ടി വരും. ആശയക്കുഴപ്പത്തിലായതോടെയാണ് വിജ്ഞാപനം ഇന്നത്തേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. ജലവിഭവ വകുപ്പിനൊപ്പം രജിസ്ട്രേഷൻ വകുപ്പ് കൂടി വേണമെന്ന ആവശ്യം കേരള കോൺഗ്രസും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വൈദ്യുതി വകുപ്പ് വേണ്ടെന്ന K മുരളീധരന്റെ നിലപാട് പരിഗണിച്ച് അദ്ദേഹത്തിന് ആരോഗ്യ വകുപ്പ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആരോഗ്യ വകുപ്പ് പറഞ്ഞിരുന്ന AP അനിൽകുമാറിന് വൈദ്യുതി വകുപ്പ് നൽകും. നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച നടക്കും. സഭയിലെ മുതിർന്ന അംഗം അമ്പലപ്പുഴയിൽ നിന്നുള്ള G സുധാകരനെ പ്രോടൈം സ്പീക്കറായി നിയമിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. നിയമസഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച നടക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കറാക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. 29-ന് ഗവർണറുടെ നയപ്രഖ്യാപനം നടത്തും. അതിരപ്പിള്ളിയിൽ അതിജീവിതയെ റിസോർട്ടിലെത്തിച്ച് പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ പകർത്തി സ്വർണം കവർന്ന കേസിൽ പ്രതി അറസ്റ്റിൽ. കൊരട്ടി മുരിങ്ങൂർ തെക്കുമുറി പുല്ലൻ വീട്ടിൽ കുട്ടിച്ചാത്തൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഫിജോ ജോസിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കേസിൽ കൊടകര വാസുപുരം സ്വദേശി വെട്ടിക്കൽ വീട്ടിൽ റഷീദ്, മലപ്പുറം പെരിന്തൽമണ്ണ മൂർക്കനാട് പള്ളിപ്പടി സ്വദേശി അത്താ വീട്ടിൽ ജലാലുദ്ദീൻ, അതിരപ്പിള്ളി വെറ്റിലപ്പാറ ചിക്ലായി സ്വദേശി കള്ളിക്കാട്ടിൽ
കള്ളിക്കാട്ടിൽ വീട്ടിൽ ജോബിൻ എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ ഡിസംബർ 13-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കുന്നംകുളം പാറമ്പാടത്ത് സ്കൂട്ടറും ബസും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരനായ വയോധികൻ മരിച്ചു. എരുമപ്പെട്ടി തളി സ്വദേശി പണിക്ക വീട്ടിൽ 73 വയസ്സുള്ള കുഞ്ഞുമൊയ്തീനാണ് മരിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു അപകടം. കോഴിക്കോട് ഭാഗത്തു നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസും കുഞ്ഞുമൊയ്തീൻ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടം നടന്ന ഉടൻ നാട്ടുകാരും പോലീസും ചേർന്ന് കുഞ്ഞുമൊയ്തീനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തെ തുടർന്ന് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് സമീപത്തെ പറമ്പിലേക്ക് ഇടിച്ചുകയറി. വാടാനപ്പള്ളി ഗണേശമംഗലത്ത് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ടോറസിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ ഇടിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പരിക്കേറ്റു. തൃത്തല്ലൂർ സ്വദേശി ചക്കാലപ്പുറത്ത് രവിക്കാണ് പരിക്കേറ്റത്. ഇയാളെ വാടാനപ്പള്ളി ആക്സ് പ്രവർത്തകർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെയായിരുന്നു അപകടം. ദേശീയപാത കൊടകര പേരാമ്പ്രയിൽ കാറിന് പുറകിൽ മറ്റൊരു കാറിടിച്ച് അപകടം. ഒരു കാറിന്റെ മുൻവശം തകർന്നു. എറണാകുളം ഭാഗത്തു നിന്നും തൃശൂരിലേക്ക് വരികയായിരുന്ന കൊല്ലം സ്വദേശി സഞ്ചരിച്ചിരുന്ന കാറും തൃശൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. ദേശീയപാതയിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനോട് തൊട്ടടുത്ത് വെച്ചായിരുന്നു അപകടം. തൃശൂർ എറണാകുളം ദേശീയപാതയിൽ യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ വയ്ക്കാതെയാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നതെന്ന് യാത്രക്കാർ ആരോപിച്ചു. ഇന്ധനവില വീണ്ടും കൂട്ടി. പെട്രോളിന് 86 പൈസയും ഡീസലിന് 83 പൈസയുമാണ് കൂട്ടിയത്. ഒരാഴ്ചക്കിടെ ഇത് രണ്ടാം തവണയാണ് ഇന്ധനവില കൂട്ടുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്ന സാഹചര്യത്തിലാണ് ഇന്ധനവില കൂട്ടിയത്. ക്രൂഡ് ഓയിൽ വില $110 കടന്നുവെന്ന ന്യായീകരണമാണ് ഇപ്പോഴത്തെ വില കൂട്ടൽ ഘട്ടത്തിലും സർക്കാർ നടത്തുന്നത്. പെട്രോൾ ഡീസൽ വിലയിൽ ലിറ്ററിന് 15 രൂപയുടെയെങ്കിലും വർധനവാണ് എണ്ണ കമ്പനികൾ താൽപര്യപ്പെടുന്നത്. വെള്ളിക്കുളങ്ങര കൊടുങ്ങ ശ്രീദുർഗാദേവി ക്ഷേത്രത്തിൽ മോഷണം. ഉപദേവ ക്ഷേത്രമായ ശിവക്ഷേത്ര നടയിലും പ്രധാന ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിനും പുറത്തുമായി സ്ഥാപിച്ചിരുന്ന ഓട്ടുവിളക്കുകളാണ് കവർന്നത്. ക്ഷേത്രത്തിന് മുന്നിലുണ്ടായിരുന്ന 6 അടിയോളം ഉയരമുള്ള ദീപസ്തംഭം, ചുറ്റമ്പലത്തിനു ചുറ്റുമായി സ്ഥാപിച്ചിരുന്ന 16 തൂക്കുവിളക്കുകളുമാണ് മോഷണം പോയത്. ക്ഷേത്രം തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ക്ഷേത്രം ഭാരവാഹികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വെള്ളിക്കുളങ്ങര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. ബിരുദം നേടുമ്പോൾ മെഡിക്കൽ വിദ്യാർത്ഥികൾ ചെയ്യുന്ന പ്രതിജ്ഞ 5 വർഷത്തേക്കല്ല, ജീവിതകാലം മുഴുവനുമാണെന്ന് വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ 22ാമത് ബിരുദദാനം സർവകലാശാല സെനറ്റ് ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ഗവർണർ. This particular field is a service field. You all are aware that you are not entering this field just to make money there. It is not a money-making machine or money-making service. It is a service to the society that has to come from the bottom of your heart, within your mind. The oath which you have taken just now describes everything, tells you what it is, what you are today and what you are going to be tomorrow. The oath itself, if we understand, try to learn it, and then we can certainly make it a way of our life. You will understand what I am here for this country, for these people. ഒരു തൊഴിൽ നേടാനുള്ള ഉപാധി എന്ന നിലയിൽ ബിരുദത്തെ കാണുകയല്ല, ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള അർപ്പണബോധത്തോടെ സമൂഹത്തെ സേവിക്കാൻ സന്നദ്ധരാവുകയാണ് മെഡിക്കൽ ബിരുദധാരികൾ ചെയ്യേണ്ടത്. ഗ്രാമങ്ങളിൽ ചെന്ന് ലാഭേച്ഛയില്ലാത്ത സേവനമനുഷ്ഠിക്കാൻ മെഡിക്കൽ ബിരുദധാരികൾ തയ്യാറാകണമെന്നും ഗവർണർ ഓർമ്മിപ്പിച്ചു. വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ അധ്യക്ഷത വഹിച്ചു. 7 അക്കാദമിക് മേഖലകളിൽ നിന്നുള്ള 7457 വിദ്യാർത്ഥികളാണ് ചടങ്ങിൽ ബിരുദധാരികളായത്. ഇവരിൽ 2363 പേർ ബിരുദാനന്തര ബിരുദധാരികളും 11 പേർ PhD അവാർഡ് ജേതാക്കളും 5053 പേർ ബിരുദധാരികളും ആണ്. ചടങ്ങിൽ വിവിധ പരീക്ഷകളിൽ 1ാം റാങ്ക് നേടിയ 12 വിദ്യാർത്ഥികളെ ക്യാഷ് അവാർഡും ഫലകവും നൽകി ആദരിച്ചു.
പ്രോ വൈസ് ചാൻസലർ പ്രൊഫസർ CP വിജയൻ, രജിസ്ട്രാർ പ്രൊഫസർ S ഗോപകുമാർ, 7 മേഖലകളെ പ്രതിനിധീകരിക്കുന്ന ഫാക്കൽറ്റി ഡീൻസ്, ഗവേണിംഗ് കൗൺസിൽ, അക്കാഡമിക് കൗൺസിൽ അംഗങ്ങൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. 2010 സ്ഥാപിതമായ ആരോഗ്യശാസ്ത്ര സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടിയവരുടെ സംഖ്യ ഇതോടെ 1,89,497 TCV തൃശൂർ. മുൻ മുഖ്യമന്ത്രി E.K. നായനാർ അനുസ്മരണം സംഘടിപ്പിച്ചു. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പതാക ഉയർത്തി. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു, CPM നേതാക്കളായ PK ഷാജൻ, TR ഹിരൺ തുടങ്ങിയവർ പങ്കെടുത്തു. മുൻ മുഖ്യമന്ത്രി E.K. നായനാർ അനുസ്മരണ ദിനം ആചരിച്ചു. CPM ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറ്റാട്ടുകരയിൽ നടന്ന അനുസ്മരണം AK ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. CPM ലോക്കൽ സെക്രട്ടറി BR സന്തോഷ് അധ്യക്ഷത വഹിച്ചു. CF രാജൻ, RA അബ്ദുൽ ഹക്കീം, കൃഷ്ണൻ തുപ്പത്ത്, PK രമേശ്, KK മനോജ്, KB ബിജു തുടങ്ങിയവർ സംസാരിച്ചു. CPM വെങ്കിടൻ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി E.K. നായനാർ ദിനാചരണം നടത്തി. പാടൂർ സെന്ററിൽ നടന്ന ദിനാചരണം തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗം KV മനോഹരൻ അധ്യക്ഷനായി. KA ബാലകൃഷ്ണൻ, PV അലി എന്നിവർ സംസാരിച്ചു. തൃശൂർ HNC ബുക്സ് പ്രസാധകരായ ഡോക്ടർ MK അബ്ദുൽ സത്താറിന്റെ മനസ്സിന്റെ നിറങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം തൃശൂരിൽ നടന്നു. കേരള സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാളിൽ നടന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ പ്രവീൺ വൈശാഖൻ അധ്യക്ഷത വഹിച്ചു. ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് സാമൂഹ്യ ഭാവാത്മക പഠനഗ്രന്ഥമായ മനസ്സിന്റെ നിറങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. രതി പതിശ്ശേരി പുസ്തകം ഏറ്റുവാങ്ങി. മുഹമ്മദ് T. തറവട്ടത്ത് നൊച്ചാട് പുസ്തക പഠനം നടത്തി. HNC പബ്ലിഷേഴ്സ് എഡിറ്റർ AV ശ്രീകുമാർ, എഴുത്തുകാരൻ ശ്രീധരൻ N. ബെല്ല, RCI ഇന്ത്യ സെക്രട്ടറി ഗഫൂർ തിക്കോടി, ഉമരിയ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ T. അനിത ബാബു, തൃശൂർ ഉമരിയ ഗ്രൂപ്പ് സെക്രട്ടറി MS ഷാജി, പെരുമ്പാവൂർ ലുക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ ലൈബ്രറിയൻ ഇന്ദുലേഖ തമ്പി, കവയിത്രി ശ്രീജ നടുവം, ഗ്രന്ഥകാരൻ ഡോക്ടർ MK അബ്ദുൽ സത്താർ, MI ബുഷ്ര തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ HNC ബുക്സ് MD TI വർഗീസ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വള്ളിവട്ടം ഉമരിയ പബ്ലിക് സ്കൂളും പെരുമ്പാവൂർ ലുക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളും ചേർന്നാണ് പുസ്തക പ്രകാശന ചടങ്ങ് സംഘടിപ്പിച്ചത്. ഇടവേള. The covers Lavraico there, la crème de la fraîcheur. French Diary Ice Creams, a taste factory. വാർത്തയിലേക്ക്. കാറളം പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തകർക്കും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സുരക്ഷാ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TG ശങ്കരനാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KK ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് പ്രിയ സുനിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സരിത വിനോദ്, സുധീർ ദാസ്, മിനി രാജൻ, പഞ്ചായത്ത് അംഗങ്ങളായ അനീഷ്, ശശിധരൻ, വിജിൽ, വിജയൻ എന്നിവർ സംസാരിച്ചു. മണലൂർ പഞ്ചായത്ത് 4-ാം വാർഡ് ലോട്ടസ് അംഗനവാടിയുടെ വാർഷികവും അംഗനവാടി ഹെൽപ്പർ സുമയുടെ യാത്രയയപ്പും പഞ്ചായത്ത് പ്രസിഡന്റ് CG മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം സുഖില മോഹനൻ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സലീജ രാഗേഷ് കണിയാമ്പറമ്പിൽ, വൈസ് പ്രസിഡന്റ് PK ചന്ദ്രൻ, ബ്ലോക്ക് മെമ്പർ കവിത പ്രശോഭ്, മെമ്പർ വിനീത് പാറമേൽ തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര അഴകം യുവജന സംഘം വായനശാല ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി നടത്തിവരുന്ന വായനാ കളരിയുടെ ഭാഗമായി കഥാ, കവിത, ചിത്രരചന ശില്പശാല സംഘടിപ്പിച്ചു. എഴുത്തുകാരനും കാർട്ടൂണിസ്റ്റുമായ MD ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് K. ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. വായനശാല സെക്രട്ടറി PM സുനിൽകുമാർ, കമ്മിറ്റി അംഗം AK ബാലൻ, ലൈബ്രറിയൻ MK ശ്രീജ എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. രണ്ട് ക്രിമിനൽ കേസ് പ്രതികളെ കാപ്പ നിയമപ്രകാരം നാടുകടത്തി. കോട്ടപ്പടി ഇരിങ്ങപ്പുറം സ്വദേശി മുല്ലക്കാട്ട് വീട്ടിൽ അദീബ്, പെരുമ്പിലാവ് കരിക്കാട് സ്വദേശി തട്ടാരക്കുന്നത്ത് വീട്ടിൽ ഷിഹാബുദ്ദീൻ എന്നിവർക്കെതിരെയാണ് തൃശൂർ ജില്ലയിൽ നിന്നും നാടുകടത്തിയത്.
തൃശൂർ റേഞ്ച് DIG TN നാരായണനാണ് നാടുകടത്താൻ ഉത്തരവിട്ടത്. പൊതുസ്ഥലത്തിരുന്ന് മദ്യപിച്ചതിനും കഞ്ചാവ് കൈവശം വെച്ചതിനും 2 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കരിക്കാട് സ്വദേശികളായ കണ്ണാടി വളപ്പിൽ വീട്ടിൽ സുധീഷ്, എഴിക്കോട് വീട്ടിൽ പ്രസാദ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. കുന്നംകുളം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ SR സനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം പട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് 4-അംഗ സംഘം പൊതുസ്ഥലത്തിരുന്ന് മദ്യപിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. പ്രതിയായ പ്രസാദിന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്നും 2 പ്ലാസ്റ്റിക് കവറുകളിലായി സൂക്ഷിച്ചിരുന്ന 2 ഗ്രാം കഞ്ചാവ് പോലീസ് കണ്ടെടുത്തു. കൊടുങ്ങല്ലൂരിൽ റോഡ് നിർമ്മാണത്തിനായി കൊണ്ടുവന്ന സാമഗ്രികൾ തിരികെ കൊണ്ടുപോകാൻ കരാറുകാരന്റെ ശ്രമം ലോറി തടഞ്ഞ നാട്ടുകാരുടെ പ്രതിഷേധം. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ചാപ്പാറയിൽ ഗുരുശ്രീ റോഡ് നിർമ്മാണത്തിനായി ഇറക്കിയിരുന്ന കോൺക്രീറ്റ് കട്ടകൾ തിരികെ കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നാട്ടുകാർ തടഞ്ഞത്. നവംബർ മാസത്തിൽ കരാറെടുത്ത റോഡ് നിർമ്മാണം നാളിതുവരെയായി ആരംഭിച്ചിട്ടില്ല. ഇതിനിടെയാണ് നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകാൻ ശ്രമം നടന്നത്. മാസങ്ങളായി റോഡ് പണിക്കായി കാത്തിരുന്നു വലഞ്ഞ നാട്ടുകാർ കരാറുകാരന്റെ നിലപാടിനെതിരെ പ്രതിഷേധവുമായി എത്തുകയായിരുന്നു. വാർഡ് കൌൺസിലർ EC അശോകൻ, മുൻ കൌൺസിലറും ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പറുമായ MU ഷിനിജ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. റോഡ് പണി തിങ്കളാഴ്ച നമ്മൾ തുടങ്ങുമെന്നുള്ള പ്രതീക്ഷയിൽ ഉണ്ടായിരുന്നതാണ്. ഇന്നിപ്പോൾ കാലത്ത് വിളന്നപ്പോഴാണ് ഇത് നമ്മുടെ ഇവിടുത്തെ ഇക്കനെ വിളിച്ച് പറയണ വണ്ടിയിൽ സാധനം കയറ്റി പോകണമെന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ വന്നു. ഓട്ടോറിക്ഷക്കാർ നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകളെ കൂടി വണ്ടി തടഞ്ഞിട്ടേക്കണം. ഇതിനെ ബന്ധപ്പെട്ട ആൾക്കാരും വരാണ്ട് നമ്മൾ ഈ വണ്ടി വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ പണി തുടങ്ങാനുള്ളൊരു എഗ്രിമെൻറ്റ് ഇവരോട് കാലങ്ങളായിട്ട് പറഞ്ഞിട്ട് വരും. ഇതുവരും ഒരു പണി നടക്കണില്ല. MLA ഇടപെട്ട് നമ്മളതിൻ്റെ ഡൽഹിയിലടക്കം നമ്മൾ വിളിച്ച് MLA കൊണ്ട് വിളിപ്പിച്ച് അറിയിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെയുള്ള ഒരു പരിപാടി നമ്മളെന്തോ കളിയാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ്. സംഭവം അറിഞ്ഞെത്തിയ കൊടുങ്ങല്ലൂർ SI ശിവശങ്കരൻ നാട്ടുകാരുമായി കരാർ കമ്പനി പ്രതിനിധിയുമായും നടത്തിയ ചർച്ചയിൽ പ്രശ്നം ഒത്തുതീർപ്പായി. തിങ്കളാഴ്ച റോഡ് നിർമ്മാണം ആരംഭിക്കാമെന്ന ഉറപ്പിൽ നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചു. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന പഠന ക്യാമ്പ് നടന്നു. സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി നൌഷാദ് കോപ്പിലാൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് മുഹസിൻ പാടൂർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് MA സാദിഖ്, മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് നൌഫൽ, ജില്ലാ ജനറൽ സെക്രട്ടറി C അനസ് ബാബു, വനിതാ വിംഗ് ചെയർപേഴ്സൺ NK ശബന തുടങ്ങിയവർ സംസാരിച്ചു. ഈ വർഷം സർവീസിൽ നിന്ന് വിരമിച്ച അധ്യാപകർക്ക് ക്യാമ്പിൽ യാത്രയയപ്പ് നൽകി. മതിലകം പഞ്ചായത്തും ആരോഗ്യവകുപ്പും ചേർന്ന് ഹോട്ടലുകളിൽ പരിശോധന നടത്തി. 10-ലധികം ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. പിഴ ഇനത്തിൽ 25,000 രൂപ നിശ്ചയിച്ച് ഹോട്ടൽ ഉടമകൾക്ക് നോട്ടീസ് നൽകും. ശുചിത്വ നിലവാരം കുറഞ്ഞ 2 ഹോട്ടലുകൾ 2 ദിവസത്തേക്ക് അടച്ചിട്ട് അപാകതകൾ പരിഹരിച്ച് തുടർന്ന് പ്രവർത്തിക്കാൻ നിർദ്ദേശം നൽകി. ആരോഗ്യ വിഭാഗം ഹെൽത്ത് ഇൻസ്പെക്ടർ DS ഉദയകുമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അഭിജാദ്, സുനിൽകുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ KS അഞ്ജലി, PK രുക്മ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. തിരുവില്ലാമലയിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് പതിവാകുന്നു. അശാസ്ത്രീയ പ്രവൃത്തികൾ മൂലം ചുങ്കം സെന്ററിലെ കുടിവെള്ള പൈപ്പ് ലൈൻ തകർന്നാണ് കുടിവെള്ളം പാഴാകുന്നത്. പൊട്ടിയ പൈപ്പ് മാറ്റി പുനഃസ്ഥാപിക്കണമെന്ന് മുൻ പഞ്ചായത്ത് മെമ്പർ സുരേഷ് ആവശ്യപ്പെട്ടു. വെങ്കിടം പഞ്ചായത്തിൽ പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ബോട്ടിൽ ബൂത്തുകളിൽ കുപ്പികൾ നിറഞ്ഞു കവിഞ്ഞിട്ടും എടുത്തു നീക്കാതെ അധികൃതർ. ഫാം ടൂറിസത്തിന്റെ ഭാഗമായി ധാരാളം വിനോദസഞ്ചാരികൾ എത്തുന്ന കണ്ണൂത്ത് പല്ലഴി റോഡിലെ പാടശേഖരങ്ങളോട് ചേർന്നാണ് ബോട്ടിൽ ബൂത്ത് നിറഞ്ഞ് ലോക്ക് ചെയ്ത നിലയിലുള്ളത്. ജനങ്ങൾ കൂടുന്ന ഇടങ്ങളിലും റോഡരികിലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലുമായാണ് ബോട്ടിൽ ബൂത്തുകൾ നിറഞ്ഞു കവിയുന്ന കാഴ്ച പതിവായിരിക്കുന്നത്. പരിസ്ഥിതി മലിനീകരണം തടയുന്നതിനായി പഞ്ചായത്ത് സ്ഥാപിച്ച ബോട്ടിൽ ബൂത്തുകൾ ബന്ധപ്പെട്ട അധികൃതരോ ഹരിതകർമ്മ സേനയോ വൃത്തിയാക്കാത്തതാണ് വിനയായി മാറിയിട്ടുള്ളത്. നിറഞ്ഞ ബോട്ടിൽ ബൂത്തുകളിലെ കുപ്പികൾ അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് പരിസ്ഥിതി പ്രവർത്തകനായ സദാശിവൻ മധുക്കര ആവശ്യപ്പെട്ടു. കണ്ണോത്ത് പുല്ല റോഡിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ അതുപോലെ തന്നെ മറ്റുള്ള ദിവസങ്ങളിലൊക്കെ വൈകുന്നേരങ്ങളിൽ ഒരുപാട് സഞ്ചാരികൾ കോൾപ്പാടങ്ങൾ കാണുന്നതിനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർ വരുമ്പോൾ തന്നെ പലരും ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലുകളൊക്കെ ആയിട്ട് വരുന്നത്. ആ ബോട്ടിലൊക്കെ നിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. അത് നിറഞ്ഞു കിടക്കുകയാണ്. അതുപോലെ തന്നെ വേസ്റ്റ് ഇടുന്ന പാത്രങ്ങൾ, വേസ്റ്റ് ബിന്ന്, അതും നിറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ഈ മഴക്കാലം വരുന്നതോട് കൂടി തന്നെ അത് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ പരിസ്ഥിതിക്കൊക്കെ ദോഷം വരുന്ന രീതിയിലാണ് അതൊക്കെ വാരി വലിച്ച ആൾക്കാർ പാടത്തേക്കൊക്കെ ഇടുകയാണ്.
സ്ഥിരം ജോലികൾ പുറംകരാർ നൽകുന്നത് അവസാനിപ്പിക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്ത് SBI എംപ്ലോയീസ് ഫെഡറേഷൻ. ഈ മാസം 25, 26 തീയതികളിലായാണ് പണിമുടക്ക് നടത്തുന്നത്. ഈ വർഷത്തെ SBIയുടെ അറ്റദായം 80,032 കോടി രൂപയാണ്. ബാങ്ക് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ലാഭക്കണക്കുകൾ പ്രഖ്യാപിക്കുമ്പോഴും സാധാരണ ജീവനക്കാർക്ക് കടുത്ത തൊഴിൽഭാരവും മാനസിക സമ്മർദ്ദവും വർദ്ധിച്ചു വരുന്നതായും സമ്മർദ്ദം മൂലം ബാങ്കിലെ ജീവനക്കാരുടെ എണ്ണം കുറഞ്ഞു വരികയാണെന്നും സംഘടന ആരോപിച്ചു. ബാങ്കിലെ സ്ഥിരം സ്വഭാവമുള്ള ജോലികൾ പുറംകരാർ നൽകുന്ന നയം അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നാണ് സംഘടനയുടെ പ്രധാന ആവശ്യം. നിലവിൽ 2,30,000 ജീവനക്കാരുള്ളതിൽ 1.25 ലക്ഷം പേരും കരാർ ജീവനക്കാരാണ്. വാർത്താ സമ്മേളനത്തിൽ SBI എംപ്ലോയീസ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി C. ജയരാജ്, അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സജി വർഗീസ്, അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി PH വിനീത, സംസ്ഥാന സെക്രട്ടറി ജെറിൻ K. ജോൺ, ജില്ലാ സെക്രട്ടറി VK ജയരാജ് എന്നിവർ പങ്കെടുത്തു. തൃശൂർ അമല മെഡിക്കൽ കോളേജിലെ പത്മഭൂഷൺ ഫാദർ ഗബ്രിയേൽ സെൻട്രൽ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ദേശീയ കോൺഫറൻസും വാർഷിക സമ്മേളനവും അവാർഡ് ദാനവും 22, 23 തീയതികളിൽ നടക്കും. ഇന്ത്യൻ അക്കാദമിക് ലൈബ്രറി അസോസിയേഷൻ, കേരള മെഡിക്കൽ ലൈബ്രറിയൻസ് അസോസിയേഷൻ, NDLI, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സുസ്ഥിര വിദ്യാഭ്യാസത്തിൽ അക്കാദമിക് ലൈബ്രറിയുടെ പങ്കാളിത്തം എന്ന വിഷയത്തിലാണ് കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത്. പബ്ലിക് ലൈബ്രറിയന്മാർക്കായി വെള്ളിയാഴ്ച നടത്തുന്ന ശില്പശാല എഴുത്തുകാരൻ ഡോക്ടർ ചിത്ര ബാനു ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച നടക്കുന്ന ദേശീയ കോൺഫറൻസിൽ ലൈബ്രറി മേഖലയിൽ സമഗ്ര സംഭാവനകൾക്കുള്ള അവാർഡുകൾ കേരള ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ വിതരണം ചെയ്യും. 2 പുസ്തകങ്ങളുടെ പ്രകാശനവും ചടങ്ങിൽ നടക്കും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 200ഓളം പ്രതിനിധികൾ കോൺഫറൻസിൽ പങ്കെടുക്കും. അമല ചീഫ് ലൈബ്രറിയൻ പ്രൊഫസർ ഡോക്ടർ A.T. ഫ്രാൻസിസ്, കോൺഫറൻസ് കോർഡിനേറ്റർ CG ദീപ, പബ്ലിക് റിലേഷൻ ഓഫീസർ ജോസഫ് വർഗീസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടകര അഴകം ഹൃദയ റെസിഡൻസ് അസോസിയേഷന്റെ പൊതുയോഗവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. ഹൃദയ റെസിഡൻഷ്യൽ അസോസിയേഷൻ പ്രസിഡന്റ് TG അജോ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മോഹനൻ തൊമ്മാത്ത്, ട്രഷറർ വർഗീസ് നേരെപ്പറമ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ പൂക്കോട് തണൽ കലാകായിക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അഖില കേരള ഫ്ലഡ് ലൈറ്റ് സെവൻസ് ഫുട്ബോൾ മേളയിൽ ഗ്രിഫിൻസ് FC മലപ്പുറം ജേതാക്കളായി. ഫൈനൽ മത്സരത്തിൽ 1-3 ഗോളുകൾക്ക് കാളിദാസ FC എറണാകുളത്തെ തോൽപ്പിച്ചാണ് ഗ്രിഫിൻസ് FC ജേതാക്കളായത്. NK അക്ബർ MLA വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. CPM ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, KP വിനോദ്, KV സുഭാഷ്, KA അജിത്, KV സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായി ഗുരുവായൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ മാലിന്യ സംസ്കരണ ബോധവൽക്കരണ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. മഞ്ജുലാൽ പരിസരത്ത് നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. റാലിക്ക് ശേഷം വിദ്യാർത്ഥികൾക്കായി പ്രത്യേക ബോധവൽക്കരണ ക്ലാസും ഒരുക്കിയിരുന്നു. ക്ലീൻ സിറ്റി മാനേജർ KC അശോക് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു. മാലിന്യ സംസ്കരണ രംഗത്തെ വെല്ലുവിളികളെ അതിജീവിക്കുന്ന രീതിയിൽ പൊതുജനങ്ങൾക്ക് മാലിന്യ സംസ്കരണത്തെക്കുറിച്ചുള്ള സന്ദേശം പകർന്നു നൽകുന്ന രീതിയിൽ ഗുരുവായൂർ നഗരസഭയും KSWCയും കൂടി ആസൂത്രണം ചെയ്തിട്ടുള്ള രോഗങ്ങൾ വേഗത്തിൽ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ട്രൂനാറ്റ് മെഷീൻ പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ സ്ഥാപിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഹെൽത്ത് ഗ്രാന്റ് പദ്ധതി പ്രകാരമാണ് ട്രൂനാറ്റ് മെഷീൻ സ്ഥാപിച്ചിട്ടുള്ളത്. 30 വൈറസുകളുടെ സാന്നിധ്യം അത്യാധുനിക ട്രൂനാറ്റ് ടെസ്റ്റിലൂടെ കണ്ടെത്താനാകും. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA ഷിഹാബ് അധ്യക്ഷത വഹിച്ചു. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു, കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TH നിയാസ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ലിറ്റററി ഫോറവും ചേറൂർ സാഹിതി സാംസ്കാരിക കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അക്ഷരീയം സാംസ്കാരിക സംഗമവും സാഹിത്യ പുരസ്കാര വിതരണവും ശനിയാഴ്ച തൃശൂരിൽ നടക്കും. 5ാമത് യൂസഫ് അലി കേച്ചേരി പുരസ്കാരത്തിന് കവി പ്രഭാവർമ്മയുടെ രൗദ്രസാത്വികം എന്ന ഖണ്ഡകാവ്യവും 2ാമത് CP പോൾ ചുങ്കത്ത് സ്മാരക സാഹിത്യ പുരസ്കാരത്തിന് CS ചന്ദ്രികയുടെ കാന്തൽ എന്ന നോവലും അർഹമായി. പ്രഥമ GK പള്ളത്ത് സാഹിത്യ പുരസ്കാരത്തിന് റഫീഖ് അഹമ്മദിന്റെ പ്രണയത്തിനാൽ മാത്രം എന്ന കാവ്യ സമാഹാരവും പ്രഥമ TV കൊച്ചുബാവ സ്മാരക പ്രവാസി സാഹിത്യ പുരസ്കാരത്തിന് സിജു ജേക്കബിന്റെ പ്രണയാധരങ്ങളോടെ എന്ന ഓർമ്മക്കുറിപ്പുകളും തിരഞ്ഞെടുത്തു.
KP ബാലചന്ദ്രൻ സ്മാരക സമഗ്ര സംഭാവന പുരസ്കാരത്തിന് ബാബു വെളപ്പായയും ശ്രീദേവി അമ്പലപുരവും അർഹരായി. കവിയും ഗാനരചയിതാവുമായ AP നാരായണൻകുട്ടി, നോവലിസ്റ്റും കഥാകൃത്തുമായ സുകുമാരൻ V. പൂങ്കുന്നം എന്നിവർക്ക് സാഹിത്യാദരവ് നൽകും. സാഹിത്യ അക്കാദമി ഹാളിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഡോക്ടർ സോഹൻ റോയ് ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ സാഹിതി ചെയർപേഴ്സൺ ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ, ലിറ്റററി ഫോറം പ്രസിഡന്റ് K. ഉണ്ണികൃഷ്ണൻ, MD രാജേന്ദ്രൻ, മോഹൻദാസ് പാറപ്പുറത്ത് എന്നിവർ പങ്കെടുത്തു. മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിന് കീഴിലെ സെന്റ് മേരീസ് കുടുംബ കൂട്ടായ്മയുടെ വാർഷികം ആഘോഷിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് തോമസ് പുത്തൂർ അധ്യക്ഷത വഹിച്ചു. വികാരി ഫാദർ ജോജോ എടത്തുരുത്തി ഉദ്ഘാടനം ചെയ്തു. സിസ്റ്റർ ജീൻസി മരിയ, സിസ്റ്റർ വിനയ, കേന്ദ്രസമിതി പ്രസിഡന്റ് ജോജു ഇലവത്തിങ്കൽ, ട്രസ്റ്റി ജോൺ കല്ലിയേൽ, ബീന തോമസ്, ജോൺസൺ ചെറുക്കക്കാരൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര പന്തല്ലൂർ കുന്നത്തേരി മഠത്തിൽ സുദർശന രഘുനാഥന്റെ ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ച് നടക്കുന്ന ഭാഗവത സത്രത്തിന് തുടക്കമായി. ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. സത്രാചാര്യൻ പുല്ലൂർ മണമണി വർണ്ണൻ നമ്പൂതിരി ഭാഗവത മഹാത്മ്യം പാരായണം നടത്തി. കിഴക്കേടം ഹരിനാരായണൻ നമ്പൂതിരി, തെക്കേടം നാഗരാജൻ നമ്പൂതിരി, മാടശ്ശേരി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, സുദർശന രഘുനാഥ്, ഡോക്ടർ T. രഘുനാഥൻ എന്നിവർ സംസാരിച്ചു. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും A+ നേടിയ മണലൂർ പഞ്ചായത്തിലെ 4ാം വാർഡിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അനുമോദന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ, വാർഡ് മെമ്പർ സുഖില മോഹൻ, 31ാം നമ്പർ സർവീസ് സഹകരണ ബാങ്ക് ബോർഡ് അംഗം TK ഉദയഭാനു, ആശാവർക്കർമാരായ മിനി ഉണ്ണികൃഷ്ണൻ, ദേവിക ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,395 രൂപ, പവന് 1,15,160 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മനുഷ്യജീവന് ഭീഷണിയായ അപകടകാരികളായ തെരുവുനായ്ക്കളെ കൊല്ലാമെന്ന് സുപ്രീം കോടതി. മൃഗസ്നേഹികളുടെ അപേക്ഷ സുപ്രീം കോടതി തള്ളി. ഉദ്യോഗസ്ഥരെ ക്രൂശിക്കരുതെന്നും സുപ്രീം കോടതി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചുമതലയേറ്റിട്ടും മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം നീളുന്നു. ലീഗിന് ഫിഷറീസ് നൽകുന്നതിൽ എതിർപ്പ്. നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച. അതിരപ്പിള്ളിയിൽ അതിജീവിതയെ റിസോർട്ടിലെത്തിച്ച് പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ പകർത്തി സ്വർണം കവർന്ന കേസിൽ ഒരു പ്രതി കൂടി അറസ്റ്റിൽ. മുരിങ്ങൂർ സ്വദേശി ഫിജോയാണ് അറസ്റ്റിലായത്. കുന്നംകുളം കോഴിക്കോട് റോഡിൽ പാറമ്പാടത്ത് സ്കൂട്ടറും ബസും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരനായ വയോധികൻ മരിച്ചു. എരുമപ്പെട്ടി തളി സ്വദേശി കുഞ്ഞുമൊയ്തീനാണ് മരിച്ചത്. ഇന്ധനവില വീണ്ടും കൂട്ടി. പെട്രോളിന് 86 പൈസയും ഡീസലിന് 83 പൈസയുമാണ് കൂട്ടിയത്. ഒരാഴ്ചക്കിടെ ഇത് 2ാം തവണയാണ് ഇന്ധനവില കൂട്ടുന്നത്. വെള്ളിക്കുളങ്ങര കൊടുങ്ങ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ മോഷണം. ദീപസ്തംഭം, തൂക്കുവിളക്കുകൾ എന്നിവ മോഷണം പോയി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.